പിണറായി വിജയൻ്റെ മകൾ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡിന് വന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്തത് മെയ് 27-നാണ്. ഇപ്പം ജൂൺ 27 ഇന്നിപ്പം 1.5 മാസത്തോളം ജൂലൈ ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ച കൂടിയാണ്. അപ്പോൾ ഇന്ന് പുറത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അന്ന് ഈ ഇവരുടെ ആക്രമണത്തിൽ തകർന്ന കാറിൻ്റെ ഉടമയായിട്ടുള്ള അതിൻ്റെ ഡ്രൈവർ കൂടിയായിട്ടുള്ള ശ്രീകാര്യം സ്വദേശി ശ്യാംരാജ്, അയാൾ ഓർക്കണം, CITU ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അയാളുടെ വാഹനം ഇതുവരെ നന്നാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അന്ന് ഈ പ്രശ്നം ഉണ്ടായി, ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ഇയാൾ പാർട്ടിക്കാരനാണെന്ന് കൂടിയുള്ള വാർത്ത പുറത്തു വന്ന ആ സാഹചര്യത്തിൽ അന്ന് എ റഹീം MP പറഞ്ഞത് ഞങ്ങൾ ശരിയായി കൊടുക്കുമെന്നാണ്. ഞങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പാക്കി ഞങ്ങൾ അയാളുടെ വാഹനം ശരിയാക്കി കൊടുക്കും. വാഹനം പണിഞ്ഞു ഇട്ടിരിക്കുകയാണ്. 1,85,000 രൂപ ചിലവായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ വാഹനം ഇറക്കണാൻ ഇയാളുടെ കൈ പൈസ ഇല്ല. അയാൾ പെയിൻറ്റിങ് പണിക്ക് പോവുകയാണ്. അയാൾ എന്തൊരു കഷ്ടമാണ്. സ്വന്തം പാർട്ടിക്കാരൻ്റെ കാർ തല്ലി പൊട്ടിച്ച് അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് അന്ന് ജില്ലാ സെക്രട്ടറി ചുമതല ഉണ്ടായിരുന്ന നേതാവ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് അയാൾക്ക് 5 പൈസയും കൊടുക്കാതെ അയാളെ ഈ വട്ടം ചുറ്റിക്കുക എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ്. ഒരുത്തൻ്റെ കഞ്ഞിൽ മണ്ണുവാരിടുന്നെന്ന് പറയുന്നതിൻ്റെ സമമാണ് ഇവർ ചെയ്തത്. അതായത് ഫിറ്റ്നസ് തീർന്ന് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വണ്ടിയുടെ ഫിറ്റ്നസ് തീർന്നു. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വണ്ടി ആക്രമിക്കപ്പെടുന്നത്. ഈ ഫിറ്റ്നസ് തീർന്ന വണ്ടി ആയതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു 1,00,000 രൂപ ഒന്നയ്ക്ക് മേളിൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഇത് അതുമില്ല. ഇപ്പം ഇയാളുടെ ജീവിതം കട്ടപ്പുകയായി. അതായത് 3 വനിതകളടക്കം 5 പേരായിരുന്നു കാറിനകത്തുണ്ടായിരുന്നു. അതെ, ഇവന്മാർ ആദ്യം മുട്ട വെച്ചെറിഞ്ഞു, പിന്നെ ഇതെല്ലാം തല്ലി പൊട്ടിച്ച് തകർത്ത് ഇവർ കല്ല് വെച്ചെറിഞ്ഞ് ഇഷ്ടിക വെച്ചെറിഞ്ഞ വഴിക്ക് ഇഷ്ടിക തെറിച്ചയുടെ കണ്ണിൽ പരിക്കേറ്റിരുന്നു. കണ്ണിൽ ചികിത്സിക്കേണ്ടി വന്ന മനുഷ്യൻ ആ ചികിത്സിക്കേണ്ടുന്ന പൈസ ആര് കൊടുക്കും? അതും ഇവർ സ്വന്തം പാർട്ടിക്കാരൻ നടത്തിയ ആക്രമണത്തിലാണ് ഇതിന് പരിക്കേറ്റെന്ന് ചിന്തിക്കണം. ഒന്ന് ആലോചിച്ചോളുക എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് ആദ്യമേ തന്നെ 2 കാറാണ് അടിച്ചു തകർക്കുന്നത്. പക്ഷേ ഈ ആദ്യം വന്ന കാറിനാണ് കൂടുതൽ തകരാറ്. ആ കാറിൻ്റെ പരിപ്പിളക്കാർ ഇളക്കിയായിരുന്നു. കണ്ടായിരുന്നു ബാക്ക് വശമല്ലേ ഇവർ കുത്തി കീറി അവന്മാർ നശിപ്പിച്ച് ഒരാൾ മുട്ടയും കൊണ്ട് ഓടുന്നുണ്ട്, പ്ലാസ്റ്റിക് കവൽ മുട്ട കൊണ്ടുവന്നിട്ട് എറിയുന്നു. മറ്റേ കറക്റ്റ് നമ്മൾ പറയാറുള്ളത് പോലെ ഹൈവേ റോബറിയിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ്. അതെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇത് വിവാദമായി. അന്നേരമാണ് അറിയുന്നത് സഖാവിൻ്റെ വണ്ടിയാണ് തകർത്തിരിക്കുന്നത്. അതോടുകൂടി സഖാക്കന്മാർക്ക് മാനസാന്തരമായി. നമ്മുടെ ഡബിൾ എ റഹീം വന്ന് ഉടനെ തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി. അത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വണ്ടി ഞങ്ങൾ നന്നായി കൊടുക്കും, വണ്ടിക്ക് വരേണ്ടി വരുന്ന സകല ചെലവും ഞങ്ങൾ വഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരാളും ഈ ശ്യാംരാജിനെ സമീപിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മിക്കവാറും പൊതിച്ചോറ് നേതാക്കന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അയാളെ വീട്ടിൽ 3 നേരം പൊതിച്ചോറ് കൊടുക്കാമെന്ന് അറിയായിരിക്കും. ഈ പാവപ്പെട്ട ജാമിൻ്റെ വീട്ടിൽ ആശ്രയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ശ്രീകാര്യ താങ്കളുടെ അടുത്താണല്ലോ, ഈ ഓരോ പൊതിച്ചോറ് കൊടുക്കാമെന്ന് അങ്ങനെ പറയുമായിരിക്കും. കഷ്ടം തന്നെ ഇതൊക്കെ. ഇത് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. ആ കാറെ ചെയ്യാത്ത നീതികേടൊന്നുമില്ല. എന്താ അതിൻ്റെ പിന്നെ മിറേഴ്സ് അടിച്ച് പൊടിക്കുന്നു, ഫ്രണ്ടിലെയും ബാക്കിലെയും ചില്ലടിച്ച് തീർക്കുന്നു, അതിനകത്ത് ഇരിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് ചോദ്യം. എന്തിനായിരുന്നു ഇതൊക്കെ? അതിൻ്റെ അവസാനം ഇപ്പോൾ പറയുന്നു ഇത് വീണയുടെ വിഷയമാണ്, പാർട്ടിയുടെ വിഷയമല്ല. 25 പേരാണ് അകത്ത് പോയത്. അതിൽ ഒരുത്തന് മാത്രമാണ് ജാമ്യം കിട്ടിയത്. അത് പ്രോസിക്യൂട്ടർ കാലം മാറിയുകൊണ്ട് മാത്രം. അതെ, പ്രോസിക്യൂട്ടർ കാലം മാറി ജാമ്യം കൊടുക്കാമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ജാമ്യം വന്നത്. ബാക്കി എല്ലാം അകത്ത് കിടക്കുകയാണ്. ഇനി ഒരുപാട് പേരെ പിടിക്കാനുമുണ്ട്. അതെ, ഇപ്പം കഴിഞ്ഞ ദിവസം ED കക്ഷി ചേർന്നു ഈ കേസിൽ. ജാമ്യാപേക്ഷ വന്നപ്പം വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ഫലം? ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അയാൾക്ക് കുടുംബമുള്ളതാണ്. അയാൾ ഈ കാർ കൊണ്ട് ഉപജീവനമാർഗം നടന്നൊരു മനുഷ്യനാണ്. അയാൾ ഈ പെയിൻറ്റ് പണിക്ക് പോയാൽ എത്ര പൈസ കിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ കാർ ഇത് ഇനിയും വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അയാൾ ED വന്ന കാറാണ്, ഇവർക്ക് അറിയാം ടാക്സി വാഹനമാണ്. ആ ടാക്സി വാഹനത്തെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. ഒന്നുകിൽ നമ്മളെപ്പോലെ തൊഴിലാളിയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അത് മാത്രമല്ല, എന്തിനായിരുന്നു ഈ ആക്രമണം? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നിയമപര സാധ്യത ഉണ്ടെന്ന് അറിയില്ല. ED പൈസ അടയ്ക്കുക ഈ കാറിന്, ഈ മനുഷ്യന്. എന്നിട്ട് ഇത് CPMന് നേരെ നോട്ടീസ് അയക്കുക, അടുത്ത് ഈ പൈസ കൊണ്ട് തിരിച്ചടയ്ക്കുക. നിങ്ങൾ അടയ്ക്കേണ്ട പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്, പൈസ കൊണ്ടുവരാം. അത് നിയമപരം എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ 25 പേര് അകത്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കഥ നമുക്കറിയാവുന്നതാണ്. എക്സാലോജി കമ്പനിക്ക്
കരിമണൽ കർത്തായിൽ നിന്ന് 2.78 കോടി രൂപയുടെ കൈക്കൂലി ലഭിക്കുകയുണ്ടായി. അത് SFI അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ED എത്തുന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരുന്നു. റെയ്ഡിന് വരുന്ന എവിടെയാണ്? പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടി താമസിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അതിന് പിണറായി വിജയനെ താമസിക്കുകയാണല്ലോ. അതെ, പിണറായി വിജയനെ ആക്രമിക്കാൻ വന്നു, കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ CPMകാരെല്ലാം കൂടെ ഇറങ്ങി വടക്കിന് ആക്രമിക്കുമ്പോൾ ആ ആക്രമണകാരികൾക്ക് വേണ്ടി പിണറായി വിജയൻ ഒരു ആഹ്വാനം പുറപ്പെടുവിക്കും. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് നേരിടും, നമ്മൾ മുഷ്ടി ഉരുട്ടിയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിത് നേരിടുമെന്ന്. പാവപ്പെട്ട വീട്ടിലുള്ള കുറേ എണ്ണം ജയിലിൽ പോയി കിടപ്പുണ്ട്. അതെ, ആദ്യം ഇറങ്ങിയെന്ന് കല്ലെറിയാണ് ഇതിൻ്റെ മകൻ അബുദാബിയിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. പട്ടുമെത്തയിൽ അദ്ദേഹം ഉറങ്ങുന്നുണ്ട് അവിടെ. ബാക്കിയുള്ള ജയിലിൽ തറയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പരിപാടിയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ആർക്ക് നഷ്ടം വന്നേ? പരമാവധി നഷ്ടം വന്നിരിക്കുന്നത്, അതായത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു ജീവനോപാധി തൊഴിലില്ലാതാക്കിയാണ്. അതും ഇവരുടെ യൂണിയനിൽപ്പെട്ട ഒരാളുടെ. നാണമുണ്ടോ ഇവർക്ക്? നാണവും മാനവും ഉളുപ്പും എന്ന് പറഞ്ഞൊരു സാധനം ഈ ഡബിൾ റഹീമിനൊക്കെ ഉണ്ടോ? ഇല്ല, രാഷ്ട്രീയ CPMകാർക്ക് ഇപ്പോൾ ഉളുപ്പില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കന്മാർ പറഞ്ഞ ഓരോ പ്രസ്ഥാനം കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി മാസമാണ് ഇപ്പം എൻ്റെ മാസ് എൻട്രി എന്നുള്ളത് ആ വീണ്ടും മാസമാകാൻ നോക്കി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ്. നിങ്ങൾ ഈ അടിച്ചു മാറ്റിയ പൈസയെ കുറച്ച് കൊടുത്താലും മതി. പാവമാണ്, കഷ്ടമാണ്. എന്തെങ്കിലും കുറച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഇത്രയും പ്രവാസി മുതലാളിമാരുടെയൊക്കെ എന്താണ് ചെങ്കടികളാണല്ലോ അവരെല്ലാവരും. അവിടെ മാസപ്പടി വാങ്ങിക്കുന്നവരാണല്ലോ. 1,85,000 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് ആരുണ്ടാക്കി വെച്ചതാണ്? നിങ്ങളുണ്ടാക്കി വെച്ചാൽ. നിങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കി? പിണറായി വിജയന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിണറായി വിജയൻ ഒന്നും ഈ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കളെല്ലാം കൂടെ ബക്കറ്റ് വരിക നടത്തിയാണേലും ഇയാളുടെ പൈസ കൊടുത്ത് ഈ എന്താ പറയുന്നത്, ഈ പാവപ്പെട്ട മനുഷ്യന്, സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട തൊഴിലാളി, സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയായ മനുഷ്യനാണ് ഈ പാടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് CPM നിർബന്ധം ഇക്കാര്യത്തിൽ പൈസ കൊടുത്ത് അയാളെ ഉപജീവന മാർഗം തിരികെ കൊടുക്കണം. അതാണ് വേണ്ടത്. ഈ ശ്യാംരാജിൻ്റെ കണ്ണിനും പരിക്കുണ്ടായിരുന്നു, അയാളുടെ ശരീരത്തിനും മനസ്സിനും പരിക്കേറ്റു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഈ വലിയ പ്രഖ്യാപനം നടത്തിയ ഡബിൾ റഹീം വന്ന് മാധ്യമശ്രദ്ധ നേടാൻ വേണ്ടിയും ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയും മാത്രമാണ് അത് നടത്തിയിരുന്നതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നു. അന്ന് ഇയാൾ ജില്ലാ സെക്രട്ടറി ഇൻചാർജാണ്. ഇപ്പോൾ വേറെ ജില്ലാ സെക്രട്ടറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ആരാണേലും അത് മുൻകൈ എടുത്ത്, ഇന്നിപ്പോൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇവർ ആരെയും ഒക്കെ കണ്ടുപിടിച്ച് ഇയാളുടെ നഷ്ടം പരിഹരിച്ചു കൊടുക്കാനുള്ള അതോ അവനെ ഭീഷണിപ്പെടുത്തുമെന്നുള്ള അറിയാൻ പറ്റില്ല. പാവപ്പെട്ട മനുഷ്യന് ചിലപ്പോൾ അയാൾ വരട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. കള്ളനായിട്ടുള്ള ഒരു നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും അറിയാതെ നിരപരാധിയായ ഒരു പാവപ്പെട്ട പ്രവർത്തകന്റെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയത് മുടക്കിയ എല്ലാ സഖാക്കൾക്കും ലാൽ സലാം.